Hi, good morning everybody. Welcome back to Healthy Space YouTube channel once again. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു പ്രയാസമാണ്, ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ക്യാൻസർ എന്നുള്ള പ്രയാസം, രോഗം വരാതിരിക്കാൻ വേണ്ടി നാം എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ജനങ്ങൾക്കിടയിൽ അഥവാ നമുക്കിടയിൽ ഒത്തിരി ഭീതി പടർത്തുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു മാരകമായ രോഗം തന്നെയാണ് ക്യാൻസർ. തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ വളരെ പെട്ടെന്ന് സുഖപ്പെടുത്താം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ മൊത്തത്തിൽ ജനങ്ങൾ ഭയപ്പെടുന്നു. മരുന്ന് ഇല്ലാതെ തന്നെ നാം നിത്യവും കഴിക്കുന്ന ആഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കൾ നമുക്ക് ഉൾപ്പെടുത്തിയാൽ ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടഞ്ഞു നിർത്താൻ സാധിക്കും. നമ്പർ 1, നാം കഴിക്കുന്ന ആഹാരത്തിൽ വെളുത്തുള്ളി എന്ന് പറയുന്ന ഭക്ഷ്യപദാർത്ഥം നിത്യവും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നമ്പർ 2, നമുക്ക് നിത്യജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ, ചെറിയ അസുഖങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പനി ഉണ്ടാകും, അതൊരു എലിമിനേഷനാണ്. അതല്ലെങ്കിൽ ചെറിയ ഹെഡേക്കൊക്കെ വരാം. ഈ സമയത്ത് നമ്മൾ ഉടൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലോപ്പതി മെഡിസിൻ, കെമിക്കൽ മെഡിസിൻ ധാരാളമായിട്ട് കഴിക്കും. ഇത് പരിപൂർണമായിട്ടും അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയ്ക്ക് ഇത്തരം ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കുന്നത് മറ്റൊരു കാരണമായി തീരുന്നു. നമ്പർ 3, പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. എന്ന് പറഞ്ഞാൽ നാം ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി എങ്കിലും കുറയ്ക്കുക. ഒത്തിരി കെമിക്കൽ പ്രൊഡക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിതമായ വെളുത്ത വിഷം എന്നറിയപ്പെടുന്ന പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. നമ്പർ 4, ഈ പുറത്തൊക്കെ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെ ശരീരത്തിൽ സൂര്യപ്രകാശം സദാസമയം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അല്പം വിശ്രമിക്കാനായിട്ട്, അല്പം തണലൊക്കെയുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ 5, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇന്ന് വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിർബന്ധമായും ഈ ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളും നാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ശ്വാസകോശ ക്യാൻസറിന് മുഖ്യമായ കാരണം ഈ വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. നമ്പർ 6, ഭക്ഷണത്തിൽ നാം ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഫ്രൂട്ട്സ് ഇനമാണ് മാതള നാരങ്ങ എന്ന് പറയുന്നത്. ഈ മാതള നാരങ്ങ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുമ്പോൾ ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നു എന്ന് ശാസ്ത്രീയപരമായി തെളിഞ്ഞിട്ടുണ്ട്. നമ്പർ 7, ഏഴാമത്തെ ഒരു കാര്യം, വൈറൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം. ഏത് ഭക്ഷണം നാം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നാം എന്ത് ചെയ്യും? അതിനകത്ത് സാൾട്ട് ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അമിതമാവാൻ പാടില്ല. നമ്പർ 8, ക്യാൻസറിന് കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് എക്സ്റേ പോലുള്ള സ്ഥിരമായിട്ടുള്ള പരിശോധന. എന്ന് പറഞ്ഞാൽ മാസത്തിലും ആഴ്ചയിലും 6 ദിവസം വിട്ടൊക്കെ എക്സ്റേ പരിശോധന അമിതമായിട്ട് ചെയ്യുന്നത് ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്പർ 9, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം അത് എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ്സിൻ്റെ ഉപയോഗം, ചുവപ്പ് നിറത്തിലുള്ള മാംസത്തിൻ്റെ ഉപയോഗം. ഉദാഹരണത്തിന് ബീഫ്, അതല്ലെങ്കിൽ മട്ടൻ പോലെയുള്ള അമിതമായിട്ടുള്ള മാംസത്തിൻ്റെ ഉപയോഗം ക്യാൻസർ സെല്ലുകളെ വളർച്ചയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമ്പർ 10, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമുക്ക് വിശപ്പുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക. എന്നിട്ട് നമുക്ക് തോന്നുമ്പോൾ വിശപ്പില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുക. ഇതും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കാനായിട്ട് നാം ശ്രദ്ധിക്കുക. ആവശ്യമുള്ള വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൂടുതലായി ഉപയോഗിക്കാതിരിക്കുക. താങ്ക് യു ലോട്ട്.